ഏഴ് പൊന്നിള വിളക്കുകൾ നടുവിൽ കാണുന്ന ആ നല്ല പ്രിയൻ ഇന്ന് രാത്രി ആ കർത്താവിനെ കാണാൻ കഴിയുന്നവർ, ആ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നവർ, അമാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സദൃശ്യമുള്ള ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ആദ്യനാണ്, അന്ത്യനാണ്. ആ നല്ല ദൈവത്തെ, ആ നല്ല പ്രിയനെ ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും, ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും, സ്തുതികൾക്ക് യോഗ്യനേ അങ്ങ് മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങ് മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ, സ്തുതികൾക്ക് യോഗ്യനേ അങ്ങ് മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ. എല്ലാ തരങ്ങളും ഹൃദയം തുറന്ന്, എല്ലാ വായ്കളും തുറന്ന് പറഞ്ഞാൽ അഗാധ്യനാണ്, അഗാധ്യനാണ് യേശുവേ. ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും, ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും, സ്തുതികൾക്ക് യോഗ്യനേ അങ്ങ് മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങ് മാത്രം യേശുവേ. എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ, ഏഴു പൊൻവിളക്കിൻ നടുവിൽ നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും, നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും, ഹോ ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും, ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും, സ്തുതികൾക്ക് യോഗ്യനേ. അപ്പൊ അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. സകല പുകഴ്ചയ്ക്കും സകല സ്തുതികൾക്കും ഇത് രാത്രി കർത്താവെ ഞങ്ങൾക്ക് കൊടുക്കുവാൻ, കർത്താവെ ഞങ്ങൾക്ക് സകല സ്തുതിയും ബഹുമാനവും ഞങ്ങൾക്ക് കൊടുക്കുവാൻ അങ്ങല്ലാതെ വേറെ ദൈവമില്ല. യേശുവേ ആൽഫയും ഓമേഗയും, ആദ്യനും 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 അന്ത്യനും ആൽഫയും ഓമേഗയും, സ്തുതികൾക്ക് യോഗ്യനേ
മാത്രം യേശുവേ. എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ, 7 പൊൻവിളക്കിൻ നടുവിൽ എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ. 7 പൊൻവിളക്കിൻ 7 പൊൻവിളക്കിൻ നടുവിൽ നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. നീലയങ്കി ധരിച്ച പ്രിയൻ, നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. അവനാദ്യനും ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും. ഇന്ന് രാത്രികാലം ആ നല്ല പിതാവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലും വിഷയങ്ങളുടെ നടുവിലുമായിരിക്കാൻ ഇരിക്കുന്നത്. രാത്രി അതെല്ലാം മാറ്റിവെച്ച് ആ ദൈവിക സാന്നിധ്യത്തിലേക്ക്, ആ കർത്താവിന്റെ ആ നല്ല കൃപയിലേക്ക് ഇന്ന് രാത്രി ഒന്ന് കയറി ചെല്ലാമെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടിയായി ഇന്ന് രാത്രി അപ്പന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ഈ ആരാധനയിൽ നിങ്ങൾ ആത്മാവിൽ പ്രഖ്യാപിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ആത്മാവിൽ പ്രഖ്യാപിച്ചാൽ എനിക്കതിനെ നോക്കി പേടിക്കേണ്ട കാര്യമില്ല, എനിക്കൊരു പ്രയാസങ്ങളുമില്ല. എന്നെ ബലവാനാക്കുന്ന ബലമുള്ള എന്റെ അപ്പന്റെ ശക്തി ഇന്ന് രാത്രി എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നതിനാൽ, എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനാൽ ഒരു വിഷയങ്ങളുടെ മേലും എന്റെ ഒരു പ്രയാസങ്ങളുടെ മേലും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതെല്ലാം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അപ്പന്റെ കരം ഇന്ന് രാത്രി സ്തുതികൾക്ക് യോഗ്യരേ അങ്ങ് മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യരേ, സ്തുതികൾക്ക് യോഗ്യരേ അങ്ങ് മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യരേ അങ്ങ് മാത്രം യേശുവേ. സ്തുതികൾക്കു യോഗ്യരേ അങ്ങ് മാത്രം യേശുവേ. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി, നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി, നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. എല്ലാ തോൽവികൾക്കും നാഥാ. അത് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാൻ കഴിയും. നിങ്ങളുടെ നഷ്ടങ്ങളുടെ മുന്നിലും നിങ്ങളുടെ പ്രയാസങ്ങളുടെ മുന്നിലും നിങ്ങളുടെ തകർച്ചയുടെ മുന്നിൽ നിന്നുകൊണ്ടും നിങ്ങളുടെ തോൽവിയുടെ മുന്നിൽ നിന്നുകൊണ്ടും ഒന്ന് പറഞ്ഞാട്ടെ, ഇതെല്ലാം എന്റെ അപ്പന്റെ ഹിതമാണ്, എന്റെ അപ്പന്റെ അറിവോട് കൂടിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെയും അത്ഭുതകരമായൊരു മറുപടി എനിക്ക് കിട്ടുമെന്ന് പറയുവാൻ കഴിയുന്നവർ നന്ദിയോടെ എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ ഈ അനുഭവമുള്ളവരെല്ലാം ചേർന്ന് ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോൽ, ശോധനയിൽ
ചൂടയതിൽ പൊന്നുപോലെ താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോൽ ശോധനയിൽ ചൂടയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഒന്ന് പറഞ്ഞാട്ട് ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി സാന്നിധ്യം നാദാ നിൻ സാന്നിധ്യം മതി സാന്നിധ്യം മതി യേശുവേ നിൻ സാന്നിധ്യം മതി ഓ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാദാ നിത്യതയോടെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ വായികളും എല്ലാ ഹൃദയവും എല്ലാ ആദരങ്ങളും രാത്രി ഒരു നിമിഷം ദൈവസന്നിധിയിൽ തുറന്നാണ് ജീവിതത്തിലുള്ള എല്ലാ അനുഭവങ്ങളും എന്നെ അപ്പന്റെ സാന്നിധ്യത്തോട് അടുപ്പിക്കാനാണ് ആ ദൈവിക സാന്നിധ്യത്തോട് ആ ദൈവിക സ്നേഹത്തോട് എന്നെ അടുപ്പിക്കാനാണ് ഞാൻ തിരിച്ചറിയുന്നു ഇന്ന് രാത്രി ഞങ്ങൾ അത് തിരിച്ചറിയുന്നു കർത്താവേ ഈ സാഹചര്യത്തിലും അപ്പന്റെ സാന്നിധ്യത്തോട് കയറി ചെല്ലുവാൻ കർത്താവേ ആത്മാർത്ഥമായി ഹൃദയത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവിക ബന്ധത്തിലേക്ക് ഒരു പടി കൂടി കയറി നിൽക്കുവാൻ കർത്താവേ എനിക്ക് കൃപ നൽകണമേ ആ അഭിഷേകത്തിലേക്ക് എന്നെ ഇന്ന് രാത്രി പിടിച്ചുകൊണ്ട് പോകണമേ എന്നെ ആത്മാവിൽ അതിനായി നടത്തണമേ ഒരു നിമിഷം നന്ദിയോടെ ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ എല്ലാ തോൽവികൾക്കും എല്ലാ